എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. മണ്ണും മണവും സിനിമയും എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഈ വിഷുക്കാലത്ത് കുടുംബത്തോടൊപ്പം വീട്ടിലിരുന്ന് കാണാൻ പറ്റിയ മികച്ച OTT റിലീസുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഏകദേശം 10ഓളം സിനിമകളുടെയും സീരീസുകളുടെയും അപ്ഡേറ്റുകൾ നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട്. വീഡിയോ മുഴുവനായി കാണുക. നമ്മുടെ ലിസ്റ്റിൽ ആദ്യത്തത് ആപ് കൈസേ ഹോ. ശ്രീനിവാസനും ശ്രീനാഥ് ഭാസിയും പ്രധാന വേഷങ്ങളിലെത്തുന്ന ഒരു ഫുൾ ലെങ്ത് കോമഡി ചിത്രമാണിത്. ഏപ്രിൽ 15-ന് സൈന പ്ലേ പ്ലാറ്റ്ഫോമിലൂടെ ഈ ചിത്രം റിലീസ് ചെയ്യും. അടുത്തതായി നമ്മൾ നോക്കുന്നത് സംഭവം ചാപ്റ്റർ 1. അസ്കർ അലിയും വിനീത് കുമാറും ഒന്നിക്കുന്ന ഒരു മിസ്റ്ററി സയൻസ് ഫിക്ഷൻ ത്രില്ലറാണിത്. ഏപ്രിൽ 15-ന് ജിയോ സിനിമ വഴി വിഷു സ്പെഷ്യലായി ഈ ചിത്രം പുറത്തിറങ്ങും. മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലും ഇത് ലഭ്യമാണ്. അടുത്തതായി യൂത്ത് എന്ന് പറഞ്ഞ ഒരു സിനിമയെ കുറിച്ചാണ്. തിയേറ്ററുകളിൽ വൻ വിജയം നേടിയ ഒരു തമിഴ് റൊമാന്റിക് കോമഡി ചിത്രമാണിത്. ഏപ്രിൽ 16-ന് നെറ്റ്ഫ്ലിക്സ് വഴി ചിത്രം റിലീസ് ചെയ്യും. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിൽ ഒരേ സമയം ഇത് കാണാവുന്നതാണ്. അടുത്ത സിനിമ ഉസ്താദ് ഭഗത് സിംഗ്. തെലുങ്ക് താരം പവൻ കല്യാൺ നായകനായ ഈ ആക്ഷൻ ഡ്രാമ ഏപ്രിൽ 15-ന് നെറ്റ്ഫ്ലിക്സിലെത്തും. ഇതും മലയാളം ഉൾപ്പെടെ 5 ഭാഷകളിൽ ലഭ്യമായിരിക്കും. നമ്മൾ നോക്കുന്ന അടുത്ത സിനിമയാണ് മഡ്ക കിങ്. വിജയ് വർമ്മ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ക്രൈം ഡ്രാമ സീരീസ് ആണിത്. ഏപ്രിൽ 17-ന് ആമസോൺ പ്രൈമിൽ ഇത് റിലീസ് ചെയ്യും. അടുത്തതായി ദോ ദിവാന ഷെഹർ മേ. ഏപ്രിൽ 17-ന് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുന്ന ഒരു ഹിന്ദി റൊമാന്റിക് ഡ്രാമ ചിത്രമാണിത്. പൂച്ചമ്മ തമിഴ്, തെലുങ്ക് ഭാഷകളിൽ പുറത്തിറങ്ങുന്ന ഒരു ത്രില്ലർ സീരീസ് ആണിത്. ഏപ്രിൽ 17-നാണ് ഇതിന്റെ റിലീസ്. രാജ്കുമാർ റാവുവിന്റെ പുതിയ ഹിന്ദി ചിത്രം ഏപ്രിൽ 15-ന് ടോസ്റ്റർ എന്ന സിനിമ ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്യും. അടുത്തതായി ഇരവൻ വഴികൾ, ഒരു തമിഴ് ത്രില്ലർ ചിത്രമാണിത്. ഇതും നിലവിൽ പ്രൈം വീഡിയോസ് വഴി റെന്റ് വഴി കാണാവുന്നതാണ്. ഈ ലിസ്റ്റിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമ ഏതാണ്? നിങ്ങൾ ഇതിനോടകം കണ്ട സിനിമകളെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ സിനിമ കാർഷിക വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.